ഹായ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഞാനൊരു മെസ്സേജ് തരാൻ വന്നു. അതായത് നമ്മുടെ പിള്ളേരെ കല്യാണം, അതായത് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്ന വീട് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പേരൻസും മനസ്സിലാക്കണം. അവരുടെ ആ വീട്ടുകാരുടെ സ്വഭാവം, പയ്യൻ്റെ സ്വഭാവം, വീട്ടുകാരുടെ അമ്മായിപ്പൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കണം. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിന് മാസത്തിൽ പിള്ളേരുടെ വീട്ടിൽ, നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച വീട്ടിൽ നമ്മൾ പോകണം. അവരുടെ വിശേഷങ്ങൾ എല്ലാ ദിവസവും അറിയണം. അവരുടെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർ ഉപദ്രവിക്കുന്നുണ്ടോ, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുന്നുണ്ടോ, കാറ്, ബംഗ്ലാവോ, പണം, കോടികൾ കിട്ടാൻ വേണ്ടി എൻ്റെ മോൾ ഉപദ്രവിക്കുന്നുണ്ടോ, എന്നൊക്കെ നമ്മൾ പോയി അന്വേഷിക്കണം, മനസ്സിലാക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മോളോട് പറയണം. അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരിക. നമ്മൾ ഈ വീടും സ്ഥലവും സ്വത്തും സമ്പാദിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടില്ല, സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയില്ലേ. അവരുടെ മനസ്സിന് വിഷമം തട്ടുന്ന എന്ത് പ്രശ്നമായാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ നമ്മളെ പിള്ളേരോട് പറയണം. അല്ലാതെ എന്ത് പ്രശ്നം നിങ്ങൾ അവിടെ ഭർത്താവിനെ ഇവിടെ പിടിച്ചു നിൽക്കുക. നാട്ടുകാരെ നോക്കി നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. നാട്ടുകാർ പരിഹസിക്കും, കുറ്റങ്ങളും കുറവുകളും എല്ലാം പറയും. പക്ഷേ നമുക്ക് നമ്മുടെ മക്കളാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേരൻസ് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടായാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അവരോട് പറയരുത്. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടിയെ എന്തെങ്കിലും സംഭവിച്ച ആപത്തോ അവിടെ അല്ലെങ്കിൽ മരിപ്പോ സംഭവിച്ചിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും, ഞാനടക്കം ഉള്ള ലേഡീസ്, ഞാനടക്കമുള്ള അമ്മമാർ നമ്മുടെ മക്കൾക്ക് കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ മക്കളോട് പറയണം, നിനക്ക് അവിടെ സേഫ് അല്ലേ, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരേ എന്ന് നമ്മൾ പേരൻസിന് പറയാനുള്ള ഒരു ധൈര്യം വേണം. അല്ലാതെ നാട്ടുകാരെ എന്ത് പറയും, അയ്യോ വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാർ കളിയാക്കുക, എന്തിനാ അങ്ങനെ വിചാരിക്കണേ? അവരോട് പോകാൻ പറ. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുള്ളതല്ലേ സന്തോഷം. ഓക്കെ.